നമസ്കാരം. പ്ലസ് വൺ പ്രവേശനം തന്നെയാണ്. വീണ്ടും അതിന്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പ്ലസ് വണ്ണില് നമ്മള് 3-ാം തീയതി ജൂലൈ 3 വരെ ആയിരുന്നു പ്രവേശനത്തിനുള്ള സമയം. പക്ഷെ അത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 4 മണി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രവേശനത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സം നേരിട്ടവര്, അല്ലെ സമയം കൂടുതൽ ആവശ്യമുള്ളവര്, ചിലപ്പോൾ പിന്നെ കമ്മ്യൂണിറ്റി കോട്ട ആയാലും കൂടി നോക്കിയിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാം, അവിടുന്ന് ഇങ്ങോട്ട് പോകാം, ഇവിടുന്ന് അങ്ങോട്ട് പോകാം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നവർക്ക് സൗകര്യപ്രദമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കോട്ടയിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇതുവഴി ലഭിച്ചിട്ടുള്ളത്. ജൂലൈ 4-ാം തീയതി 4 മണി വരെ പ്രവേശനത്തിനുള്ള സമയം ഉണ്ട്. അതിനിടയിൽ നിങ്ങൾ ഏത് കോട്ടയിലാണോ വേണ്ടത് അവിടെ പ്രവേശിച്ചാൽ മതി. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാനേജ്മെന്റിൽ ഇതുവരെ കൊടുക്കാത്ത മാനേജ്മെന്റിന്റെ സപ്ലിമെന്ററി കോട്ടയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പക്ഷേ മാനേജ്മെന്റിന്റെ സപ്ലിമെന്ററി കോട്ടയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് ബാക്കിയുണ്ടെങ്കിലേ അപേക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. മാനേജ്മെന്റ് കോട്ട ഫുള്ളായ കേസിലൊന്നും നടക്കില്ല. അപ്പൊ മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള പ്രവേശനം ഏറ്റവും അവസാനിപ്പിക്കേണ്ടത് ജൂലൈ 10-ാം തീയതിയാണ്. മറ്റൊന്ന് കമ്മ്യൂണിറ്റി കോട്ടയാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ സപ്ലിമെന്ററി അപേക്ഷ കൊടുക്കാനുള്ള സമയമാണ് ഇത്. കമ്മ്യൂണിറ്റി കോട്ടയിൽ പൂർണ്ണമായിട്ടും ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഒഴിവുകൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ, അതായത് 3/7 മുതൽ സപ്ലിമെന്ററി കമ്മ്യൂണിറ്റിയുടെ സപ്ലിമെന്ററി നടക്കുകയാണിപ്പോ. അതായത് 3-ാം തീയതി ജൂൺ 3 മുതൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അതിന്റെ പ്രവേശനം നടക്കുന്നത് 10-ാം തീയതിയാണ്. ജൂലൈ 10-ാം തീയതി പ്രവേശനം നടക്കും. ഇപ്പോ അപേക്ഷ കൊടുക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റിക്കാർക്ക് നേരത്തെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കൊടുക്കാൻ പറ്റാത്തവർക്കും കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർക്കും കമ്മ്യൂണിറ്റി കോട്ടയുടെ സപ്ലിമെന്ററിയിൽ ഇപ്പോ അപേക്ഷ കൊടുക്കാം. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 10-ാം തീയതിക്കുള്ളിൽ പ്രവേശനം നടക്കും. ഈ ജൂലൈ 10-നുള്ളിൽ പ്രവേശനം നടക്കും. മറ്റൊന്ന്, സ്പോർട്സ് കോട്ടയിലേക്ക് നേരത്തെ അപേക്ഷിക്കാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ സ്പോർട്സിൽ പ്രവേശനം കിട്ടാത്തവർക്ക്, അപേക്ഷിച്ചിട്ട് പൂർണ്ണമായി പ്രവേശനം കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയ അപേക്ഷകൾ, സപ്ലിമെന്ററി അപേക്ഷകൾ കൊടുക്കാനുള്ള സമയം ആയിട്ടുണ്ട്. അത് ജൂലൈ 2 മുതൽ തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 10-ന് പ്രവേശനം, 9-നാണ് അലോട്ട്മെന്റ് വരിക. സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത് 9-ാം തീയതിയാണ്. ഇപ്പോൾ സ്പോർട്സ് കോട്ടയിൽ ഇപ്പോൾ അപേക്ഷ കൊടുക്കണം. അതിന്റെ പ്രവേശനവും 10-ാം തീയതി ജൂലൈ 10-ന് അവസാനിപ്പിക്കും. അപ്പൊ 3 കോട്ടകളിലേക്കുള്ള പ്രവേശനം ഇപ്പോഴത്തെ അറിയിപ്പ് വെച്ചിട്ട് ജൂലൈ 10-ന് അവസാനിപ്പിക്കും. കേൾക്കുക നിങ്ങൾ, മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള പ്രവേശനം നിർബന്ധമായിട്ടും അത് 10-ാം തീയതി അവസാനിപ്പിച്ചിരിക്കണം. അവരുടെ സർട്ടിഫിക്കറ്റ്, ചേരുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യൽ അടക്കം 10-ാം തീയതി അവസാനിപ്പിക്കണം. കമ്മ്യൂണിറ്റി കോട്ടയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റും 10-ാം തീയതിക്കുള്ളിൽ അവസാനിപ്പിക്കണം. സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കുള്ള പ്രവേശനവും 10-ാം തീയതിക്കുള്ളിൽ അപേക്ഷിക്കണം. പ്രവേശനം 10-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട എന്നീ 3 കോട്ടകളിലേക്കുള്ള സപ്ലിമെന്ററി പ്രവേശനം 10-ാം തീയതി വൈകുന്നേരം കൊണ്ട് തീർക്കണം. ഇനി 10-ാം തീയതി വൈകുന്നേരം കൊണ്ട് ഈ 3 കോട്ടകളിൽ ഏതെങ്കിലും കോട്ടകളിലേക്ക് വേണ്ടത്ര ആൾക്കാരില്ലെങ്കിൽ അത് മെറിറ്റ് കോട്ടയിലേക്ക് ആ സീറ്റിനെ മാറ്റും. ആ മെറിറ്റ് കോട്ടയിലേക്ക് സീറ്റ് മാറ്റിയാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ജൂലൈ 13-ന് ആരംഭിക്കുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷയിൽ സീറ്റുകൾ അതിലേക്ക് മാറ്റും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു അർത്ഥം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയാം, സ്പോർട്സ് കോട്ടയിൽ ഒരു സ്കൂളിൽ 2 ഒഴിവ് സ്പോർട്സ് കോട്ടയിലുണ്ട്. ആ 2 ഒഴിവുകളിൽ ഇതുവരെയായിട്ട് ആൾ വന്നിട്ടില്ല, പ്രവേശനത്തിന് ആൾ വന്നിട്ടില്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ വീണ്ടും അത് അപേക്ഷ കൊടുത്തിട്ട് 10-ാം തീയതി വൈകുന്നേരമായിട്ടും സ്പോർട്സ് കോട്ടയിലേക്ക് ആരും വന്നില്ല എങ്കിൽ ആ 2 സീറ്റ് എന്തായി മാറും? ഓപ്പൺ മെറിറ്റിലേക്ക് മാറും.
ആ ഓപ്പൺ മെറിറ്റിലേക്ക് എപ്പോൾ പ്രവേശനം നടത്തും? അത് സപ്ലിമെന്ററി അലോട്ട്മെന്റ്, മെറിറ്റിലുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അതിൽ നിന്ന് പ്രവേശനം നടത്തും. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ മാനേജ്മെന്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി, ഈ ഒരു കോട്ടയിലും 10-ാം തീയതിക്ക് ശേഷം സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ ആ സീറ്റുകളൊക്കെ ജനറൽ മെറിറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സ്പോർട്സ് ആണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്പോർട്സ് കോട്ടയിലേക്കുള്ള വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനമുള്ളൂ. എങ്കിലും നമുക്കിത് ഞാൻ ഈ +2 സംബന്ധമായ എല്ലാ വീഡിയോകളും എല്ലാ അറിയിപ്പുകളും കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഞാൻ ഇതും കുട്ടികൾ കുറവേ ഉള്ളൂ എങ്കിലും അവർക്കും പ്രയോജനകരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി അവരിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്കറിയാം, സ്പോർട്സിന് 2 മുഖ്യ ഘട്ടങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത്. മുഖ്യ അലോട്ട്മെന്റില് ഫസ്റ്റ് അലോട്ട്മെന്റിന് സെക്കൻഡ് അലോട്ട്മെന്റ് ആയിരുന്നു സ്പോർട്സിന് ഉണ്ടായിരുന്നത്. എന്നാൽ സ്പോർട്സുകാർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒരെണ്ണം ഉണ്ട്. ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ആർക്കാണ് ഈ സ്പോർട്സ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ പറ്റുക? അത് മുഖ്യഘട്ടത്തില് സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്തി അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും സ്കോർ കാർഡ് നേടാൻ കഴിയാത്തവർക്ക് 2026 ജൂലൈ 2 മുതൽ ജൂലൈ 6 വരെ സമയമുണ്ട്. ജൂലൈ 2 മുതൽ ജൂലൈ 6 വരെ അത്തരക്കാർക്ക് സമയമുണ്ട്. അവര് ബന്ധപ്പെട്ട അതാത് ജില്ലാ കൗൺസിലുമായി സ്പോർട്സ് കൗൺസിലുമായി ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി സ്പോർട്സ് കോട്ടയിൽ കിട്ടാൻ മുഖ്യഘട്ടത്തില് സ്പോർട്സ് കോട്ട കൊടുത്തിട്ട് കിട്ടാത്തവർക്കും സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാത്തവർക്കും ഇപ്പൊ അപേക്ഷിക്കാം. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക സ്പോർട്സ് കോട്ടയിൽ? മുഖ്യഘട്ടത്തില് കൊടുത്തിട്ട് കിട്ടാത്തവര്, അവർക്ക് സ്കോർ കാർഡ് ഉണ്ടാവും പക്ഷെ അവർക്ക് കിട്ടിയില്ല. രണ്ടാമത്തത്, അവർക്ക് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാൻ പറ്റിയില്ല. അവര് ഇപ്പോ അതിന്റെ രജിസ്ട്രേഷൻ നടത്തി സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പുതിയ അപേക്ഷ സമർപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ കാർഡ് സ്കോർ കാർഡ് കിട്ടും. ആ സ്കോർ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടക്കുക. അപ്പൊ ഇങ്ങനെ സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നമ്മൾ സ്പോർട്സ് നമ്മൾ എച്ച് എസ് ക്യാപ്പിൽ കയറുക. അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ് എന്ന് കാണാം. എച്ച് എസ് ക്യാപ്പിലെ ആദ്യത്തെ പേജിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ കുറേ കാര്യങ്ങളുണ്ട്. വ്യൂ പ്രോസസ്, SWS, അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ് എന്ന ലിങ്കിലൂടെ കയറി നേരത്തെ കൊടുത്ത ബയോഡേറ്റകൾ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബയോഡേറ്റകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം. അതിനുശേഷം പുതിയ ഓപ്ഷൻ കൊടുക്കണം. പഴയ ഓപ്ഷൻ, നിങ്ങൾ കൊടുത്ത പഴയ ഓപ്ഷൻ എല്ലാം ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. അവിടെ ഒരു ഓപ്ഷനും നിലവിലുണ്ടാവില്ല. നിങ്ങൾ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കണം. ഇത്തരത്തിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെയുള്ള സ്കൂളുകൾ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറിച്ച് ഏത് സ്കൂളിലാണോ സ്പോർട്സിന് ഒഴിവുള്ളത്, ഏത് കോഴ്സിനാണോ ഒഴിവുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സിൽ ഒഴിവുണ്ടോ അവിടെ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തറിയണം? ആദ്യം ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിന് സ്പോർട്സ് കോട്ടയിൽ ഒഴിവുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വിവിധ സ്കൂളുകളിലുള്ള സ്പോർട്സ് കോട്ടയിലുള്ള ഒഴിവ് പരിശോധിക്കണം. ആ ഒഴിവ് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എച്ച് എസ് ക്യാപ്പിൽ കയറി ആദ്യത്തെ പേജിൽ എത്തുമ്പോൾ തന്നെ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, പ്രോസ്പെക്ടസ് ഉണ്ട്, അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ആ പേജിൽ നിങ്ങൾ സ്പോർട്സ് കോട്ട വേക്കൻസീസ് എന്ന് കാണാം. സ്പോർട്സ് കോട്ട വേക്കൻസീസ്. ആ സ്പോർട്സ് കോട്ട വേക്കൻസീസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നിങ്ങളോട് ഒരു കോളം ഉണ്ട്, അവിടെ ചോദിച്ചിട്ടുണ്ടാവും സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. സെലക്ട് ഡിസ്ട്രിക്റ്റ്. ഇപ്പൊ ഞാൻ നോക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോ എന്താണ് ഓരോ സ്കൂളിലെയും വേക്കൻസി നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാമെന്ന് വിചാരിച്ച് ഞാൻ എച്ച് എസ് ക്യാപ്പ് ഓപ്പൺ ചെയ്തു. വരുന്ന പേജിൽ സ്പോർട്സ് കോട്ട വേക്കൻസീസ് ക്ലിക്ക് ചെയ്തു.
ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ അടുത്ത പേജിലെത്തി. അടുത്ത പേജിൽ എന്നോട് പറഞ്ഞു ജില്ല സെലക്ട് ചെയ്യാൻ. ജില്ല സെലക്ട് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോ ഞാൻ ഞാൻ മലപ്പുറം ജില്ല സെലക്ട് ചെയ്തു. മലപ്പുറം ജില്ല സെലക്ട് ചെയ്ത് അവിടെ പിന്നെ കൊടുത്തു. അപ്പൊ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞപാട് മലപ്പുറം സെലക്ട് ചെയ്തപാട് മലപ്പുറം ജില്ലയിലെ ഉള്ള സ്പോർട്സ് കോട്ടയിലുള്ള മുഴുവൻ ഒഴിവുകളും അവിടെ കാണാൻ കഴിയും. ആ ലിസ്റ്റ് മുഴുവനായിട്ടും വന്നു. അതിൽ ഒരു സ്കൂൾ ഞാൻ എടുത്തിട്ട് മൊത്തം സ്കൂളിലെ ഒഴിവുകളും അവിടെ കാണിക്കും. അതാണ് പ്രത്യേകത. അപ്പൊ ഞാൻ അവിടെ ഒരു സ്കൂള് എടുക്കുകയാണ്. ആ സ്കൂള് 11,004 എന്ന് പറയുന്ന ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ്. ഞാൻ അവിടെ അധ്യാപകനായിരുന്നത് കൊണ്ടാണ് ആ സ്കൂൾ തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ ആ സ്കൂൾ എടുത്തു. ആ സ്കൂളിന്റെ കോഡ് 11,004 ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂർ. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ സ്കൂൾ നെയിമും സ്കൂൾ കോഡും ഉള്ളത്. രണ്ടാമത്തെ കോളത്തിൽ കോഴ്സാണ് ഉള്ളത്. കോഴ്സ് സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ബ്രാക്കറ്റിൽ 1 കാണുന്നുണ്ട്. അതായത് കോഴ്സ് കോഡ്, ഒന്നാമത്തെ കോഴ്സ് കോഡ്, അതായത് നമ്മൾ പറയുന്ന ബയോ സയൻസ്. ആ ബയോ സയൻസ് എന്നാണ് രണ്ടാമത്തെ കോളത്തിലുള്ളത്. മൂന്നാമത്തെ കോളത്തിൽ സ്കൂൾ ജെൻഡർ, അത് ഗേൾസ് ആണോ അല്ലെങ്കിൽ ഗേൾസും ബോയ്സും കൂടിയതാണോ എന്നാണ് ചോദ്യം. ആ കോളത്തിൽ നമ്മൾ കോ എഡ്യൂക്കേഷൻ എന്ന് കാണാം. കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനമുണ്ട് എന്നാണ്. അതിന്റെ മുകളിൽ കുറെ സ്കൂളുകൾ നമ്മൾ നോക്കുന്നത് ഗേൾസ് മാത്രമാണ്. ജെൻഡർ, സ്കൂൾ ജെൻഡർ ഗേൾസ് മാത്രമാണ്, ആൺകുട്ടിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ബാധകം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനമുണ്ട്. ആ കോ എഡ്യൂക്കേഷൻ ആണ് മൂന്നാമത്തെ കോളം. നാലാമത്തെ കോളം വേക്കൻസിയാണ്. ആ വേക്കൻസിയിൽ ഈ സ്കൂളിൽ 11,004 ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോ സയൻസിൽ ഒരു വേക്കൻസി ഉണ്ട് എന്നാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഇത് പറയുന്നു. ഒരു വേക്കൻസി ഉണ്ട്. അടുത്ത കോളം, അടുത്ത ലൈനിൽ അതിന്റെ താഴെ വീണ്ടും 11,004 ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കോഴ്സ് കോഡ് 5, അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് 5, കോഴ്സ് കോഡ് 5. അവിടെ കോ എഡ്യൂക്കേഷൻ ആണ്. അവിടെ വേക്കൻസി 1 കാണിക്കുന്നു. അടുത്തത് വീണ്ടും 11,004 തന്നെ വീണ്ടും കാണിക്കുന്നു കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ്, അതായത് കോഴ്സ് കോഡ് 39. ആ 39ലും ഒരു വേക്കൻസി കാണിക്കുന്നു. ഈ 3 കോഴ്സുകളിൽ മാത്രമേ അവിടെ വേക്കൻസി ഉള്ളൂ. ഓരോ ഒഴിവ് അവിടെ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മനസ്സിലാക്കിയിടത്തോളം ഹ്യൂമാനിറ്റീസിന്റെ ഒഴിവ്, സ്പോർട്സ് കോട്ടയിൽ ഒഴിവ് നിലനിൽക്കുന്നില്ല. അപ്പൊ ഹ്യൂമാനിറ്റീസ് അവിടെ കൊടുക്കാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. അടുത്ത ഒരു സ്കൂൾ കൂടി ഞാൻ എടുത്തു. 11,005 ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർ. അത് തൊട്ടടുത്ത ഒരു സ്കൂളാണ്. ഞാൻ ഹെഡ്മാഷായിട്ട് ജോലി ചെയ്ത സ്കൂളാണ്. 11,005 ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ കോഴ്സ് കോഡ് 10 ഹ്യൂമാനിറ്റീസാണ്. 2 ഒഴിവുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. 2 ഒഴിവുണ്ട്. വീണ്ടും 11,005 കോഴ്സ് കോഡ് 11 ഹ്യൂമാനിറ്റീസ് ആണ്. അതും അവിടെ ഒരു ഒഴിവുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരില് എന്തില്ല? ബയോ സയൻസിനോ കൊമേഴ്സിനോ ഒഴിവുകൾ സ്പോർട്സ് കോട്ടയിൽ ഇല്ല. ഇത്തരത്തില് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചിട്ട് മാത്രമേ നിങ്ങൾ വേക്കൻസി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ വെള്ള പേപ്പറിൽ ഒരു ഓപ്ഷന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് നേരത്തെ ഓപ്ഷൻ കൊടുത്തതുപോലെ 1, 2, 3 ക്രമത്തിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സ്കൂൾ കൊടുക്കാം, വേക്കൻസി ഉണ്ടായിരിക്കണം. ഇഷ്ടമുള്ളത്ര കോഴ്സ് കൊടുക്കാം. ഒരു സ്കൂൾ കൊടുത്താൽ പോരാ, സ്കൂളിൽ കൊടുക്കുന്ന കോഴ്സ് വേക്കൻസി ഉള്ള കോഴ്സായിരിക്കണം. ഈ വേക്കൻസി ഈ രീതിയിൽ നിങ്ങൾ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വേക്കൻസി ഉള്ളിടത്ത് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. വേക്കൻസി ഉള്ളിടത്ത് മാത്രമേ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ കിട്ടുകയുമുള്ളൂ. ഞാൻ വേക്കൻസി നോക്കുന്ന വിധം നിങ്ങളോട് പറഞ്ഞല്ലോ. അത് സ്പോർട്സ് കോട്ട വേക്കൻസീസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും. അടുത്ത പേജിൽ നമ്മൾ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ജില്ല നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളുടെ ലിസ്റ്റ് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരും. അതിൽ നമുക്ക് ആവശ്യമുള്ള സ്കൂൾ നോക്കുക. ആ സ്കൂളിൽ ഏത് കോഴ്സിനാ വേക്കൻസി ഉള്ളത് നോക്കുക, അത് കൊടുക്കുക.
നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റിലുമുള്ള 4 5 സ്കൂളുകൾ തിരഞ്ഞെടുക്കുക. പോയി വരാൻ പറ്റുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കുക. എവിടെയും എത്തിപ്പെടാത്ത ദൂരമുള്ള സ്കൂളുകളൊന്നും പോയി തിരഞ്ഞെടുത്താൽ പോകാൻ പറ്റില്ല. ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾ അവിടെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതോടുകൂടി നിങ്ങൾ എന്താകും? സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെന്ററി കോട്ടയിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞു. ഇതിന് യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ നേരത്തെ ഉള്ളത് തന്നെ മതി. പുതിയതായിട്ട് വേണ്ട. പുതിയതായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ട ഒരു സംഭവം ഓപ്ഷനുകൾ മാത്രമാണ്. എന്നാൽ ഏറ്റവും പുതിയതായിട്ട് അപേക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, കഴിഞ്ഞ തവണ അപേക്ഷിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ സ്പോർട്സ് കോട്ടയിലേക്കുള്ള കാൻഡിഡേറ്റ്സ് ലോഗിൻ നിങ്ങൾ സൃഷ്ടിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ചിത്രം. അപ്പോൾ സ്പോർട്സ് കോട്ട സപ്ലിമെന്ററിയുടെ റിസൾട്ട് വരുന്നത് 9-ാം തീയതി റിസൾട്ട് വരും. അലോട്ട്മെന്റ് 9-ാം തീയതി വരും. നിങ്ങൾ ഇപ്പം കൊടുത്താൽ 6-ാം തീയതി വരെ സമയമുണ്ട്. 7-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 6 7 വരെ സമയമുണ്ട്. 6-ാം തീയതി വരെ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് സ്കോർ കാർഡ് സംഘടിപ്പിക്കാനുള്ള സമയമുണ്ട്. 7-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. 9-ാം തീയതി സ്പോർട്സ് കോട്ടയിലേക്കുള്ള ഫസ്റ്റ് അല്ല, ഒറ്റ അലോട്ട്മെന്റേ ഉള്ളൂ. ആ അലോട്ട്മെന്റ് വരും. 10-ാം തീയതി 5 മണിക്ക് മുമ്പ് ഈ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ കുട്ടികൾക്ക് പ്രവേശനം നേടുകയും വേണം. 10-ാം തീയതി 5 മണിക്കും ഏതെങ്കിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നാൽ ആ ഒഴിവുകൾ എങ്ങോട്ട് മാറ്റും? നമ്മുടെ ജനറൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ആ സീറ്റുകളുടെ എണ്ണത്തിന്റെ കൂട്ടത്തിൽ ഇതും കൂടി കൂട്ടിച്ചേർക്കും. അതാണ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ എനിക്കറിയാം സ്പോർട്സിലൊക്കെ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഇനിയും കിട്ടാൻ ബാക്കിയുള്ളൂ. അത്രയും കുട്ടികളേ ഉള്ളൂ. നമ്മൾ അപേക്ഷിച്ചവരുടെ എണ്ണവും കുറവാണ്. എങ്കിലും നമ്മൾ ഇത്തരം അറിയിപ്പുകൾ വരുമ്പോൾ കൃത്യമായിട്ട് തരണം, ഈ ചാനലിലൂടെ തരണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യങ്ങൾ പോലും ഇന്ന് വരെയും വിട്ടുപോകാതെ കൃത്യമായിട്ട് എല്ലാവർക്കും സഹായകരമാകുന്ന രീതിയിൽ തന്നിട്ടുണ്ട്. ആവശ്യക്കാർക്ക് എന്നെ വിളിക്കാം. നിരവധി പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അത് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും നിങ്ങൾക്ക് സഹായകരമായിരിക്കും. നമ്മളുടെ ജനറൽ മെറിറ്റിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത് 13-ാം തീയതി മാത്രമാണ്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് സ്പോർട്സ് കോട്ടയിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അത് എന്തുകൊണ്ട് നേരത്തെ വന്നു എന്ന് വെച്ചാൽ ഈ 10-ാം തീയതി കൊണ്ട് ഇതുമാതിരിയുള്ള എല്ലാം തീർക്കണം. മാനേജ്മെന്റ് കോട്ട തീർക്കണം, കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെന്ററി തീർക്കണം, മാനേജ്മെന്റ് കോട്ട സപ്ലിമെന്ററി തീർക്കണം, സ്പോർട്സ് കോട്ട സപ്ലിമെന്ററി തീർക്കണം. അങ്ങനെ തീർത്താൽ മാത്രമേ ബാക്കി സീറ്റുകളെല്ലാം എങ്ങോട്ട് വരുള്ളൂ? ജനറൽ മെറിറ്റിലേക്ക്, സപ്ലിമെന്ററിയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് 10-ാം തീയതി തന്നെ എല്ലാം തീരാൻ വേണ്ടിയാണ് ഈ സ്പോർട്സിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അപേക്ഷ നേരത്തെ ക്ഷണിച്ചത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ദയവായി നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കാര്യങ്ങൾ ഒരുപാട് വരാനുണ്ട്. എല്ലാ കാര്യവും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. എപ്പോഴാണ് സപ്ലിമെന്ററി ട്രാൻസ്ഫർ എപ്പോഴാണ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്, അത് എന്ന് വരും, പ്രവേശിക്കുന്ന ഏത് രീതിയിലാണ്, അതിനുശേഷം ട്രാൻസ്ഫർ എങ്ങനെ കൊടുക്കാം, പിന്നെ ഏറ്റവും അവസാനം നമുക്കൊരു സ്പോട്ട് അഡ്മിഷനും കൂടിയുണ്ട്, പിന്നെ മാർക്ക് ലിസ്റ്റുകൾ എങ്ങനെ കിട്ടാം, ഇതെല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ ഓരോ ദിവസങ്ങളും നിങ്ങൾ നോക്കണം, കൃത്യമായിട്ട് അറിയിക്കും. അപ്പോൾ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം ചെയ്യുക. നിർത്തുകയാണ്. എന്നെ കേട്ട എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്ദി, നമസ്കാരം.